Marlowe's. So it's a question based on completion review and reporting. And നമ്മുടെ അടുത്ത് ഈ ക്വസ്റ്റനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന എന്തൊക്കെയായിരുന്നു? First of all, they have asked us to evaluate the matters to be considered on completion of the audit and audit evidence you would like to expect to find during the review of relevant audit working papers. As usual, നമ്മുടെ അടുത്ത് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്ന matters to be considered എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളോട് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഓഡിറ്റ് എവിഡൻസസ് എന്തൊക്കെയാണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ടായി. 9 മാർക്സിന് ലീസിനെ ബേസ് ചെയ്തും 7 മാർക്കിന് ഇൻവെന്ററിനെ ബേസ് ചെയ്തിട്ടുമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് പാർട്ട് ബി ഓഫ് ദി ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ മേലെ വരുന്ന ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. അവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്ന ഇൻവെന്ററി റിലേറ്റഡ് മാറ്റേഴ്സ് സോൾവ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഫെർദർ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല ന്യൂ പ്രോപ്പർട്ടി ലീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അവിടെ ഇമ്പാക്ട് ഓൺ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ പ്രൊഫഷണൽ മാർക്ക് കിട്ടുന്ന അനാലിസിസ് ആൻഡ് ഇവാലുവേഷന് വേണ്ടിയിട്ടും പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ആൻഡ് ജഡ്ജ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ സിനാരിയോ. So it is 1st July 2015. You are the manager responsible for the audit of Marlowe's company, and you are completing the audit of financial statements for the year ending 31st March 2015. Marlowe's company is a listed company operating in the retail industry. The following exhibit available below provides information relevant to the question. And they have given the audit summary of key matters the audit supervisor have flagged off for your attention. And this information should be used to answer the questions requirement with response to the options provided. But it was just an overall introductory paragraph. Then നമുക്ക് ന്യൂ പ്രോപ്പർട്ടി ലീസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. Marlowe's company expanded operations during the year, and as part of this process, arranged on 1st April 2014 a new property lease. The lease contract is for 7 years with a rent-free period of 12 months following 6 annual rental payments. The contract means the IFRS 16 lease criteria to be classified as a lease. The financial statements recognize a right of use of asset of 28.9 million and a corresponding liability of the same amount which has been calculated at the effective interest rate implicit in this lease agreement. Management has not charged any depreciation on the right of use asset, stating that the rent-free period should not result in an expense being included in the statement of profit or loss. Management proposes to begin depreciating the right of use asset in the next financial period and will depreciate the asset over 6 years for which they make payments. The finance cost in relation to the lease liability has been correctly accounted for in the financial statements. അപ്പോൾ നമ്മുടെ അടുത്ത് ഫസ്റ്റ് കേസ് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? എപ്പോഴും നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ മീനിങ് എന്താണെന്നുള്ളത് പ്രോപ്പർലി ഇന്റർപ്രിറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ റിക്വയർഡ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് ആലോചിച്ച് നോക്കുക, എന്നിട്ട് ആ ട്രീറ്റ്മെന്റിലുള്ള എറേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു മാർലോസ് കമ്പനി എന്ന് പറയുന്ന കമ്പനി അവരുടെ ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ പുതിയ ലീസ് എടുത്തിട്ടുണ്ട്. ആൻഡ് ലീസ് എടുത്തേക്കുന്നത് എന്നാ 1st April 2014 ദെൻ അവർ ലീസിന്റെ കോൺട്രാക്ട് എടുത്തേക്കുന്ന 7 years പീരീഡിലേക്കാണെന്ന് പറഞ്ഞു. അവിടെ ഒരു റെന്റ് ഫ്രീ പീരീഡ് ഉണ്ട് ഫസ്റ്റ് 12 months. ബാക്കി 6 annual റെന്റൽ പേയ്മെന്റ്സ് ആണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. 6 years ആനുവൽ റെന്റൽ പേയ്മെന്റ്സ് ആണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. കോൺട്രാക്ട് IFRS 16 ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവർ തന്നെ പറയുന്നു. ഞാൻ നമ്മളോട് പറഞ്ഞു അവർ റൈറ്റ് ഓഫ് യൂസ് അസറ്റ് റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത് എത്രയാ? 28.9 million ആണ്. ആൻഡ് കറസ്പോണ്ടിങ് ലയബിലിറ്റി ഓഫ് ദി സെയിം എമൗണ്ട് അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ദെൻ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മാനേജ്മെന്റ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടില്ല റൈറ്റ് ഓഫ് യൂസ് അസറ്റിന് മേലെ. അവർ പറയുന്നത് എന്താ? ഫസ്റ്റ് ഇയർ റെന്റ് ഫ്രീ പീരീഡ് ആണ്, അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, P&L എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. മാനേജ്മെന്റ് അസറ്റ് ഡിപ്രിഷിയേറ്റ് ചെയ്യാൻ പോകുന്ന 6 yearsലേക്കാണെന്ന് പറഞ്ഞു. കാരണം ആ റെന്റ് ഫ്രീ പീരീഡ് കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ റെന്റൽ പേയ്മെന്റ്സ് വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അവരത് റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഫിനാൻസ് കോസ്റ്റ് അവർ ലീസ് ലയബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏതാ മക്കളെ സ്റ്റാൻഡേർഡ് വരിക? ഓക്കെ, IFRS 16 ലീസസ് ആണ് ഇവിടെ സ്റ്റാൻഡേർഡ് വരിക. ആൻഡ് ആസ് പെർ IFRS 16 ലീസസ് നമ്മൾ എങ്ങനെയാണ് ഇനീഷ്യലി ലീസിന്റെ റൈറ്റ് ഓഫ് യൂസ് അസറ്റും അതേപോലെ തന്നെ ലീസ് ലയബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? റൈറ്റ് ഓഫ് യൂസ് അസറ്റ് നമ്മുടെ ലീസ് ലയബിലിറ്റിയുടെ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ലീസ് പേയ്മെന്റ്സ് പ്ലസ് എനി ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ്. ഓക്കെ ഫൈൻ. നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ലീസ് പേയ്മെന്റ്സ് പ്ലസ് നമ്മൾ എന്ത് ചെയ്യുക? പ്രസന്റ് വാല്യൂ ഏതിൽ എടുക്കേണ്ടത്? ഡിസ്കൗണ്ട് റേറ്റിൽ എടുക്കുക, ലീസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് പ്ലസ് അതിന്റെ കൂട്ടത്തിൽ എന്തും കൂടി എടുക്കുന്നുണ്ടാവണം? ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ കോസ്റ്റ് എന്തെങ്കിലും ആവുന്നുണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്യണം. ആ ടോട്ടൽ എമൗണ്ട് വേണം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട്.
ഇവരങ്ങനെ തന്നെയാണോ റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത്? ആണോ? യെസ്. യെസ്, ഇവരങ്ങനെ തന്നെയാണ് റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത്, ശരിയല്ലേ? നമ്മുടെ അടുത്ത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവർ റൈറ്റ് ഓഫ് യൂസ് അസറ്റ് എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അതെന്ത് പറയാം, അവിടെ അത് അപ്രോപ്രിയറ്റ്ലി ആണ് ട്രീറ്റ് ചെയ്തേക്കുന്നതെന്ന് പറയാം. ഫൈൻ. പിന്നെ സബ്സീക്വന്റ് മെഷർമെന്റ് അതിന്റെ എങ്ങനെ വരുന്നത്? കോസ്റ്റ് മോഡലോ റീവാലുവേഷൻ മോഡലോ? കോസ്റ്റ് മോഡലോ റീവാലുവേഷൻ മോഡലോ യൂസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഓക്കെ, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രിസിയേഷൻ ഏത് പീരീഡ് തൊട്ടിട്ടാണ് ചാർജ് ചെയ്യേണ്ടത്? ഫ്രം ദ ഡേറ്റ് അസറ്റിന്റെ ലൈക്ക് ലീസ് പീരിയഡ്. ലീസ് പീരീഡ്, ടോട്ടൽ ലീസ് പീരീഡ്, അതായത് അസറ്റ് വെൻ ദ അസറ്റ് ബിക്കം അവൈലബിൾ ഫോർ യൂസ് അണ്ടർ ദ ലീസ് ടേം, അന്ന് തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ടാവണം. ഇവിടെ ഇവരെന്താ ചെയ്തേക്കുന്നത്? ആദ്യത്തെ വർഷം ചെയ്തിട്ടില്ല. അതിന് അവർ പറയുന്ന റീസൺ എന്താ? റെന്റ് ഫ്രീ ആണ്, പക്ഷെ അത് ഫ്രീ ആണെന്ന്. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇല്ല. നമുക്കറിയാം whenever an asset is considered under IAS 16, നമ്മൾ അവിടെ എന്താ ചെയ്യുക? ഓവർ ദ പീരീഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ് നമ്മൾ അതിനെ ഡിപ്രിഷിയേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇവിടെ നമ്മളെ സംബന്ധിച്ച് റൈറ്റ് ഓഫ് യൂസ് അസറ്റ്സ് എത്ര പീരീഡിലേക്കാണ് ഉള്ളത്? 7 ഇയേഴ്സിലേക്കാണുള്ളത്. സോ നമ്മൾ ആ 7 ഇയർ പീരീഡിലും എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യാൻ. ചെയ്യണം. ഇവിടെ അവർ എന്ത് ചെയ്യുന്നില്ല? 7 ഇയേഴ്സിലേക്ക് ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും സംഭവിക്കുക? ഡിപ്രീഷിയേഷൻ ചാർജ് അണ്ടർസ്റ്റേറ്റഡും പ്രോഫിറ്റ് ഓവർസ്റ്റേറ്റും. Okay. വാല്യൂ ഓഫ് ദി അസറ്റ് അണ്ടർസ്റ്റേറ്റഡ്. ഫൈൻ. ഇവിടെ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എത്ര എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമോ? മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം? ഈ ടോട്ടൽ റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റിന്റെ ലീസ് ടേം വെച്ച് ഡിവൈഡ് ചെയ്തിട്ട്. ഓക്കെ, 28.9 മില്യൺ ആണ് റൈറ്റ് ഓഫ് യൂസ് അസറ്റ്. നമുക്ക് ശരിക്കും ഡിപ്രിഷിയേറ്റ് ചെയ്യേണ്ട 7 ഇയർ പീരീഡിലേക്കാണ്. അപ്പൊ എത്ര വരിക? 4.1 മില്യൺ. കറണ്ട് ഇയറിൽ നമ്മൾ ആ 4.1 മില്യൺ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. ഇവരത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മെറ്റീരിയൽ മിസ്റ്റേറ്റഡ് എന്ന് പറയാം. മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണെന്ന് പറയാം. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? യെസ് സർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആസ് യൂഷ്വൽ എന്താ ചെയ്യേണ്ടത്? ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ മെറ്റീരിയാലിറ്റിയുടെ കാര്യം പറയാം, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ മെറ്റീരിയാലിറ്റിയുടെ ഈ ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്ത് മിസ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കേണ്ടത് തന്നെ ആദ്യം മെറ്റീരിയാലിറ്റി പറയണമെന്നില്ല. നിങ്ങൾ ന്യൂ പ്രോപ്പർട്ടി ലീസ് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. നമുക്ക് എന്ത് പറയാം? ആസ് പെർ IFRS 16 ലീസസ് എന്ത് ചെയ്യണം എന്ന് പറയാം? ദ കമ്പനി ഷുഡ് ഹാവ് റെക്കഗ്നൈസ് ദ റൈറ്റ് ടു യൂസ് അസറ്റ് അറ്റ് എ വാല്യൂ കൺസിഡറിംഗ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ഓൾ ലീസ് പേയ്മെന്റ്സ് പ്ലസ് ഓൾ ദി directly attributable cost in relation to the lease should be considered, and the present value should be taken as a rate of ഏത് റേറ്റ് പ്രകാരം എഴുതേണ്ടത്? Implicit rate. Which is implicit in the lease contract. Subsequently, the right of use asset should be depreciated over the useful life or over the lease term. എന്നിട്ട് നിങ്ങൾ എന്ത് പറയാ? സിനാരിയോ പ്രകാരമുള്ള പറയാ. During the current year, company have taken a new property lease on 1st April 2014, and under the lease term, the asset will be available for use for a period of 7 years, out of which 1 year period is free rental period. However, considering this, the company have depreciated the asset over 6 years, but as per contract, it should be depreciated over the period of 7 years. And then on the basis of the lease contract, the current year depreciation should be 4.1 million. However, since the company haven't recognized the depreciation expenses appropriately, the amount of depreciation will be understated and the right of use asset will be overstated by the year end. Clear ayo? Is it clear everyone? Yes sir. Okay. ഇനി നമുക്ക് അവിടെ എന്താ പറയേണ്ടത്? ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് എവിഡൻസസ് ഉള്ളതെന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. എന്തൊക്കെയായിരിക്കും നമുക്ക് ഇവിടെ എവിഡൻസസ് ഉണ്ടാവുക? ഓഡിറ്റ് എവിഡൻസസ് നമുക്ക് എന്തൊക്കെയായിരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? ലീസിന്റെ കോപ്പി. ഓക്കെ, കോപ്പി ഓഫ് ലീസ് എഗ്രിമെന്റ് ചോദിക്കാം, അല്ലെങ്കിൽ ലീസ് കോൺട്രാക്ട് ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാ? To identify the lease period. To identify the lease period. പിന്നെ എന്തൊക്കെയായിരിക്കും? Right of both parties. The terms of the lease. പിന്നെ and the lease payments. And the lease payments. And to consider interest. ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഇംപ്ലിസിറ്റ് റേറ്റ് എത്രയാന്നുള്ളതും കൺസിഡർ ചെയ്യാൻ പറയാം. ഓക്കെ, പിന്നെ അടുത്തെന്തായിരിക്കും? എന്തിന്റെ റീകാൽക്കുലേഷനാ? ഡിപ്രിസിയേഷന്റെ റീകാൽക്കുലേഷൻ നമുക്ക് പറ്റില്ല, കാരണം അവർ ഡിപ്രിസിയേഷൻ ചെയ്തിട്ടില്ലല്ലോ.
റൈറ്റ് ഓഫ് യൂസ് അസറ്റിന്റെ റൈറ്റ് ഓഫ് യൂസ് അസറ്റിന്റെ റീകാൽക്കുലേറ്റ് നമുക്ക് ചെയ്യാം. അത് എപ്പോഴും പ്രൊസീജിയർ ആലോചിച്ച് നോക്കിയാൽ മതി. പ്രൊസീജിയർ ആയിട്ട് ഓഡിറ്റർ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഓഡിറ്റർ റൈറ്റ് ഓഫ് യൂസ് അസറ്റിന്റെ വാല്യൂ റീകാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതിന്റെ മാത്തമാറ്റിക്കൽ ആക്യുറസി കൺഫേം ചെയ്യാൻ, അതേപോലെ തന്നെ വാല്യൂ 28.9 മില്യൺ ആണെന്ന് കൺഫേം ചെയ്യാൻ. ശരിയല്ലേ? അപ്പൊ നമുക്ക് അവിടെ എന്ത് പറയാം? റീകാൽക്കുലേഷൻ സ്കെഡ്യൂൾ ഓഫ് റൈറ്റ് ഓഫ് യൂസ് അസറ്റ് in order to confirm whether the value of right of use is 28.9 million and it is mathematically accurate. Clear അല്ലേ? Is that clear? Yes, sir. Okay. Yes, sir. പിന്നെ വേറെ എന്തായിരിക്കും നമുക്ക് കൺഫേം ചെയ്യാനുണ്ടാവുക? Notes to finance and Notes meeting to notes, financial statements. അല്ലല്ല meeting notes discussion with the board minutes. അതിനകത്ത് എന്ത് റീസൺ ലൈക്ക് ഇതെല്ലാം ഡിഫറെന്റ് പോയിന്റ്സ് ആ. അതായത് ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നോട്ട്സ് ഓഫ് ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് നോക്കാം, അല്ലെങ്കിൽ ബോർഡ് മിനിറ്റ്സ് നോക്കാം. അതെല്ലാം സെപ്പറേറ്റ് പോയിന്റ്സ് തന്നെയാണ്. അതിൽ ഏത് വേണേലും പറഞ്ഞോ. ഏതായിരിക്കും? നോട്ട്സ് ഓഫ് ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് നോക്കാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? 6 year using as depreciation period. ഈ എന്ത് റാഷണലിന്റെ ബേസിസിലാണ് ഈ ഡിപ്രിസിയേഷൻ പോളിസി അവർ ഓപ്റ്റ് ചെയ്തേക്കുന്നതെന്ന് അറിയാൻ നോട്ട്സ് ഓഫ് ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ് നോക്കാം. ഫൈൻ. ഇനി ബോർഡ് മിനിറ്റ്സ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും നോക്കാൻ പറ്റുക? നിങ്ങളാ പറഞ്ഞത്. ലീസിന്റെ ട്രീറ്റ്മെന്റ് അപ്രോപ്രിയേറ്റ് നോക്കണം. സോറി, ലീസിന്റെ ട്രീറ്റ്മെന്റ് അപ്രോപ്രിയേറ്റ് നോക്കണം. ലീസിന്റെ ട്രീറ്റ്മെന്റ് അപ്രോപ്രിയേറ്റ് അസിന് അത്രയും ഡയറക്ട്ലി നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ അകത്തൊരു റീസൺ എന്താന്നുള്ളത് നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലെ നോക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ലീസിന് എടുക്കുന്ന ബോർഡ് അപ്രൂവ് ചെയ്തിട്ടുണ്ടോന്ന് ലീസിന് ബോർഡ് അപ്രൂവ് ചെയ്തിട്ട് തന്നെയാണോ ലീസ് എടുത്തേക്കുന്നത്? അതേപോലെ തന്നെ ബോർഡ് ഈ ലീസിന്റെ ട്രീറ്റ്മെന്റ് അപ്രൂവ് ചെയ്താണോ എന്ന് അറിയാനായിട്ട് വേണമെങ്കിൽ നോക്കാം, ബോർഡ് മിനിറ്റ്സ് നോക്കാം. ഓക്കെ. പിന്നെ വേറെന്താ നോക്കേണ്ടത്? കറസ്പോണ്ടൻസ് നോക്കാൻ പറ്റുമോ? ആരൊക്കെ തമ്മിലുള്ളതാ? റെന്റ് ഫ്രീ ആണോന്ന്, ലെസറായിട്ട് ലെസറും കമ്പനിയും തമ്മിലുള്ള കറസ്പോണ്ടൻസ് നോക്കാം. എന്തറിയാൻ വേണ്ടിട്ടാ? 12 monthsന് റെന്റ് ഫ്രീ ആണോന്ന്. 12 month പീരീഡ് റെന്റൽ ഫ്രീ പീരീഡ് തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ. ഓക്കെ, ഫൈൻ. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യാനായിട്ട് എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് റിലേറ്റഡ് ആയിട്ടാണോ? യെസ്, കമ്പനിയുടെ ഈ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവരുടെ റീകാൽക്കുലേഷൻ ഷീറ്റ്സ് നോക്കാം. ശരിയല്ലേ? ഓക്കെ, അവരുടെ കമ്പ്യൂട്ടേഷൻ ഷീറ്റ്സ് നോക്കാം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ജസ്റ്റ് ആര് പറഞ്ഞു പോയി, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ അസറ്റ് ഫിസിക്കലി എക്സിസ്റ്റിംഗ് ആണെന്നുള്ള കൺഫേം ചെയ്യണ്ടേ? അപ്പം ഇവർക്ക് ഈ പറഞ്ഞേക്കുന്ന ഈ പർട്ടിക്കുലർ അസറ്റ് എക്സിസ്റ്റിംഗ് ആണോ എന്നറിയാനായിട്ട് നമുക്ക് എന്തായിരിക്കും ചെയ്യാനായിട്ട് പറ്റുക? പി പി എക്സിസ്റ്റിംഗ് ആണോ എന്നറിയാൻ നോൺ കറന്റ് അസറ്റ് രജിസ്റ്റർ നോക്കി കഴിഞ്ഞാൽ എക്സിസ്റ്റൻസ് മനസ്സിലാക്കാൻ പറ്റുമോ? ഫിസിക്കൽ ഇൻസ്പെക്ഷൻ നടത്തുക അല്ലെ? അപ്പൊ അവിടെ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? എവിഡൻസ് ഓഫ് ഫിസിക്കൽ ഇൻസ്പെക്ഷൻ അല്ലെ നോട്ട്സ് ഓഫ് ഫിസിക്കൽ ഇൻസ്പെക്ഷൻ നോക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഇൻ ഓർഡർ ടു കൺഫേം ദി എക്സിസ്റ്റൻസ് ഓഫ് ദി ബിൽഡിംഗ് ആൻഡ് ദ കണ്ടീഷൻസ് നോക്കാനായിട്ട് നമുക്ക് എന്ത് നോക്കാൻ പറയാം? ഫിസിക്കൽ ഇൻസ്പെക്ഷന്റെ ഡീറ്റെയിൽസ് നോക്കാൻ പറയാം. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? കണ്ടീഷൻസ് പറഞ്ഞപ്പോ നമുക്ക് ഇംപയർമെന്റ് നോക്കാൻ പറ്റുമോ? കണ്ടീഷൻസ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന ഇംപയർമെന്റ് നോക്കാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ 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 ഓക്കെ. ഇനി കേസ് നമ്പർ 2 റെപ്രസെന്റേഷൻ എന്തെങ്കിലും വാങ്ങിക്കാൻ കഴിയും? എന്തിനെ കുറിച്ചിട്ടാ? അസറ്റിന്റെ ട്രീറ്റ്മെന്റ് IFRS 16 പ്രകാരമാണ് ചെയ്തിരിക്കുന്നത് എന്നറിയാം. അതിൻ്റെ അകത്തുള്ള പ്രോബ്ലം എന്താ അറിയോ? നമുക്ക് ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റ് കറക്റ്റ്ലി ആണോ ചെയ്തേക്കുന്നത് അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് അവർ ചെയ്തേക്കുന്നതിന്റെ റാഷണൽ അവരുമായിട്ട് വേണം നമുക്ക് ഡിസ്കസ് ചെയ്യാം. മനസ്സിലായോ? അതായത് ഇപ്പൊ അവര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഏതാ അവര് ഫസ്റ്റ് ഇയർ ഫ്രീ പീരീഡ് ആയതുകൊണ്ട് തന്നെ ആ പീരീഡിലേക്ക് അവർ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടില്ല. അപ്പൊ അത് എന്ത് അസംഷന്റെ ബേസിസിൽ വേറെ എന്തെങ്കിലും അസംഷൻ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഒരു ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റൂല. മനസ്സിലായോ? സർ, അപ്പൊ ഇങ്ങനത്തെ ഒരു കേസിൽ റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങുമ്പോൾ എന്താ നമുക്ക് ചോദിക്കാൻ കഴിയാം? അത് നമ്മൾ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർ എന്തിന്റെ ബേസിസിലാണ് ഈ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓപ്റ്റ് ചെയ്തേക്കുന്നതെന്ന് അറിയാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങിക്കാം. മനസ്സിലായോ? ഓക്കെ സർ. ഓക്കെ.
ഇനി മാർലോസ് കമ്പനി ഹാസ് റീസെന്റ് നെഗോഷിയേറ്റഡ്. യെസ് സർ, ഈ ഡിസ്ക്ലോഷേഴ്സ് ഇതിന് റിലേറ്റഡ് ആയിട്ടുണ്ടാവുമോ? ഈ ലീസ് പ്രോപ്പർട്ടിന് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ അതിന്റെ ഡെപ്രീസിയേഷൻ അല്ലെങ്കിൽ ഫിനാൻസ് കോസ്റ്റ് അത് മിസ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാമോ അതില്ലെങ്കിൽ? അതില്ലെങ്കിൽ മിസ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാം, പക്ഷെ അതൊരു സബ്സിക്വന്റ് സെക്കൻഡറി പോയിന്റ് ആയിട്ട് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ, പ്രൈമറി പോയിന്റ് ആയിട്ട് പറയണ്ട. ഓക്കെ. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട്സ് കൊടുക്കാം, ഐ മീൻ എവിഡൻസിന്റെ കാര്യം ചോദിക്കാം. പക്ഷെ ആ ഡിസ്ക്ലോഷർ അപ്പം മെറ്റീരിയൽ അല്ലല്ലോ. ഇപ്പൊ നമ്മൾ ഇമ്പാക്റ്റിലൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ മെറ്റീരിയൽ പെർവേസീവ് ഒന്നും അല്ലല്ലോ. ഏതിന്റെയാ? ഒരു ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അക്കൗണ്ടിങ് പോളിസി ആണ്, അങ്ങനെയാണെങ്കിൽ അത് മെറ്റീരിയൽ ആവും. ഓക്കെ. പെർവേസീവ് ആവണം എന്നില്ല, മെറ്റീരിയൽ ആവും. ഈ കേസിൽ അപ്പൊ ആവുമോ ഡിസ്ക്ലോഷർ ഒക്കെ? ഈ കേസിൽ ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഡിസ്ക്ലോഷേഴ്സ് ആവും. പിന്നെ നമ്മുടെ അടുത്ത് സ്പെസിഫിക്കലി ഒന്ന് മെൻഷൻ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയാഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ് പോയിക്കോട്ടെ. ഓക്കെ. Marlowe's company has recently negotiated arrangements with a new supplier. Included in the contract is a clause which allows supplier to require a return of the product at any time. Marlowe's company can also return the products within a set period of time if they remain unsold. Inventory purchased from the supplier with a value of 8.1 million is included in the company's financial statements as inventory at 31st March 2015. This amount are recognized at cost, which is lower than the net realizable value of the products. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? മാർലോസ് കമ്പനി റീസെന്റ് നെഗോഷിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു, സപ്ലയറുമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റ്. ആൻഡ് നമ്മുടെ അടുത്ത് പറഞ്ഞു അത് പ്രകാരം ഒരു കോൺട്രാക്ട് അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ സപ്ലയർ നമുക്ക് തന്നേക്കുന്ന പ്രൊഡക്ട്സ് എപ്പോൾ വേണേലും തിരികെ വാങ്ങാം. മാർലോസ് കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ അൺസോൾഡ് ആയിട്ടിരിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. ഇൻവെന്ററി പർച്ചേസ് ചെയ്തേക്കുന്ന ന്യൂ സപ്ലൈൻ്റെ 8.1 മില്യൻ്റെ ആണ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് കാണിച്ചേക്കുന്ന ആ ഫിഗർ ആണെന്ന് പറഞ്ഞു, വിച്ച് ഇസ് ലോവർ ഓഫ് കോസ്റ്റ് ഓർ NAV എന്നാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതേതാ ശരിക്കും സ്റ്റാൻഡേർഡ് വരിക? IAS 2 IAS 2 ആണോ വരിക? അല്ല 15 IFRS 15. IAS 2 അല്ല, ഇറ്റ്സ് IFRS 15. Why IFRS 15? കൺസൈൻമെന്റ് അഗ്രിമെന്റ് അല്ലത്. ഇറ്റ്സ് എ കൺസൈൻമെന്റ് കോൺട്രാക്ട്, ശരിയല്ലേ? കാരണം എന്താ, നമ്മുടെ അടുത്ത് ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ പ്രൊഡക്ട്സ് ആണ് അതെന്ന്? ഇല്ല. നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ, കോൺട്രാക്ട് പ്രകാരം സപ്ലയർ നമുക്ക് പ്രൊഡക്ട്സ് തരും. ആ തന്നേക്കുന്ന പ്രൊഡക്ട്സ് സപ്ലയർ പറയുന്ന സമയത്ത് സപ്ലയർ എപ്പോൾ വേണേലും തിരികെ എടുത്തുകൊണ്ട് പോകും. അതേപോലെ തന്നെ നമുക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ തന്നേക്കുന്ന പ്രൊഡക്ട്സ് എപ്പോൾ വേണേലും തിരികെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവർ ഈ ഇൻവെന്ററി പർച്ചേസ് ചെയ്തതിന് ശേഷം ആ ഇൻവെന്ററി എപ്പോൾ വേണേലും തിരികെ കൊടുക്കാം എന്നുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ IAS 2 ഇൻവെന്ററി എന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അൾട്ടിമേറ്റ്ലി അത് ശരിക്കും ഇപ്പോഴത്തെ കേസ് പറയുമ്പോൾ നമ്മുടെ ഇൻവെന്ററി ആണോ അത്? അല്ല. ഇറ്റ്സ് ദ ഇൻവെന്ററി റിലേറ്റിംഗ് ടു സപ്ലയർ ഓർ ദ റൈറ്റ്സ് ഓഫ് ദിസ് ഇൻവെന്ററീസ് വിത്ത് ദ സപ്ലയർ. അപ്പൊ അതുകൊണ്ട് തന്നെ വി ആർ നോട്ട് ഹാവിങ് എനി കൺട്രോൾ ഓവർ ദ ഇൻവെന്ററി. നമുക്ക് കൺട്രോൾ ഇല്ലാതെ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിനെ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. കാരണം ഇതിന്റെ റിസ്ക് ആൻഡ് റിവാർഡ് ഒക്കെ ആരുടെ കയ്യിൽ തന്നെയാണ്? സപ്ലയറിന്റെ കയ്യിലാണ്. അപ്പോൾ ഇത് ഇൻവെന്ററി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം ഇതിനെ നമുക്ക് എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുക? റിസീവബിൾസ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡെബിറ്റ് എൻട്രി നമ്മൾ പ്രൈമറി റെക്കഗ്നേഷൻ എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? എങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങൂല്ലോ, അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയായിരിക്കും കാണിക്കുന്നുണ്ടാവുക? കാണിക്കേണ്ടത് എങ്ങനെയാ? ഡെബിറ്റ് പർച്ചേസസ്. യെസ്, ക്യാഷ് കാണിക്കും. പിന്നീട് നമുക്ക് എപ്പോഴേലും ഇത് റിട്ടേൺ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ അതിനെ എന്തായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക? ഡെബിറ്റ് അല്ല ഡെബിറ്റ് ക്രെഡിറ്റ് പർച്ചേസ് റിട്ടേൺസ്. ഡെബിറ്റ് പർച്ചേസ് റിട്ടേൺ വരുമോ? അല്ല, ക്രെഡിറ്റ് പർച്ചേസ് റിട്ടേൺ. ഡെബിറ്റ് എന്തായിരിക്കും വരിക? ഇൻവെന്ററി ആയിരിക്കും വരിക. ക്ലിയർ ആയോ? ഇൻവെന്ററി അല്ല, കാരണം ഇൻവെന്ററി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ ഓൾറെഡി പേ ചെയ്തു. അപ്പൊ ഏതായിരിക്കും? റിസീവബിൾസ് ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ.
മക്കളൊന്നുമില്ല, ഇത് വെരി ബേസിക് കേസ് ആണ്. ജസ്റ്റ് ഇങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെന്ററി എന്ന് പറയുന്ന അസറ്റിന്റെ ട്രാൻസ്ഫർ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഉണ്ടാവുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. നമുക്കൊരു മെറ്റീരിയൽ ആയിട്ട് ആ സാധനം വരുന്നുണ്ട്, പക്ഷെ നമുക്ക് അതിന് മേലെ യാതൊരു കൺട്രോളും ഇല്ല. ഇത് ലിറ്ററലി എന്താ, ഇൻവെന്ററി ഹെൽഡ് ഫോർ തേർഡ് പാർട്ടി എന്നൊക്കെ നമ്മൾ പറയൂലേ, അതുപോലത്തെ കേസ് അല്ലേ ഇത്. നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, പക്ഷെ നമുക്ക് അതിന് മേലെ റൈറ്റ്സ് കിട്ടുന്നില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് എമൗണ്ട് പേ ചെയ്തിട്ടുള്ള സമയത്ത് നമ്മൾ അതിനെ എന്തായിട്ട് കാണിക്കും? നമ്മളതിന് പർച്ചേസ് നടത്തി, ആൻഡ് ആ പർച്ചേസ് നടത്തിയതിന് വേണ്ടിയിട്ട് ക്യാഷ് നമ്മുടെ നിന്ന് പോയി. പക്ഷേ പിന്നീട് എങ്ങാനും ഈ സപ്ലൈ സാധനം തിരിച്ചെടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു പേർച്ചേസ് ഇല്ല. അപ്പോൾ പേർച്ചേസ് റിട്ടേൺ ആയ പോലെ ആയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓൾറെഡി പേ ചെയ്ത എമൗണ്ട് എന്തായിരിക്കും? റിസീവബിൾ ആയിട്ട് നമുക്ക് കാണിക്കണം, കാരണം ആ എമൗണ്ട് നമുക്ക് തിരികെ കിട്ടും. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, അത്രേ ഉള്ളൂ ട്രീറ്റ്മെന്റ്. അപ്പൊ നിങ്ങൾ എന്ത് പറയാ? ആദ്യം തന്നെ പറയാം, ആസ് പെർ IFRS 15 റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമർ, വെൻ എ കമ്പനി purchases a product under the consignment contract, and in which case the company is not having control over the inventory, it should be treated as a purchase. And when the products are returned back to the supplier, it should be recognized as a receivable. എന്നിട്ട് നിങ്ങൾ എന്ത് പറയാ? സിനാരിയോ പറയാ, during the current year the company have purchased 8.1 million worth inventory from the supplier. However, the rights of the inventory is not yet transferred to the Marlowe's company, but Marlowe's company have treated inventory purchased as an asset in the company's financial statement at the value of 8.1, which is lower of cost or NRV. Since the company have not received rights over the inventory, the value of inventory will be overstated, and in case of any receivables will be understated. Clear ayo? Is that clear? Yes, sir. Okay. ഇനി അവിടെ നമുക്ക് എന്തൊക്കെയായിരിക്കും എവിഡൻസസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുക? ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഏതായിരിക്കും? Contract. Agreement. കൺസൈൻമെന്റ് കോൺട്രാക്ടിന്റെ എഗ്രിമെന്റ് ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് അവിടെ എന്തായിരിക്കും പറയാ? എ കോപ്പി ഓഫ് Terms and കൺസൈൻമെന്റ് condition. കോൺട്രാക്ട് ഓർ എഗ്രിമെന്റ് പറയാ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? Terms and condition. In order to understand the terms and conditions under which Marlowe's company have purchased product from the supplier. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും? എമൗണ്ട് റീകാൽക്കുലേഷൻ്റെ എന്തിന്റെ റീകാൽക്കുലേഷൻ ആയിരിക്കും? ഇൻവെന്ററിയുടെ വാല്യൂ ഉണ്ട്, ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാം? റീകാൽക്കുലേഷൻ സ്കെഡ്യൂൾ ഓർ റീകാൽക്കുലേഷൻ ഷീറ്റ് of the value of inventory in order to consider whether the inventory have been valued at lower of cost or NRV, and to consider whether the value recognized is 8.1 million. Okay, പിന്നെ വേറെന്തായിരിക്കും? ഇൻവെന്ററി ചെക്ക്. ഇൻവെന്ററി ഇൻവെന്ററി ചെക്ക് ഇൻവെന്ററി ചെക്ക് എന്ന് വെച്ചാൽ എന്താ? എക്സിസ്റ്റൻസ് ആണോ? സ്റ്റോക്ക് കൗണ്ട് പോലെ എക്സിസ്റ്റൻസ് തന്നെ. ഓക്കെ, അവിടെ നമ്മൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? A copy Physical of the inspection. physical inspection of the inventories. ഏതിലേക്കായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഇൻവെന്ററി റെക്കോർഡ്സ് ടു ഫിസിക്കലി ഹെൽഡ് ഇൻവെന്ററി ആൻഡ് ഫിസിക്കലി ഹെൽഡ് ടു ഇൻവെന്ററി. നമ്മൾ ഏതാ പഠിച്ചിട്ടുള്ളത്? ഷീറ്റ് ടു ഫ്ലോർ ആൻഡ് ഫ്ലോർ ടു ഷീറ്റ് ടെസ്റ്റ് അല്ലേ? അതെ. ഓക്കെ, പിന്നെ വേറെന്തായിരിക്കും? കറസ്പോണ്ടൻസ് നോക്കാൻ ഇവിടെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? Yes. Supplier Marlowe's company. നമുക്ക് അവിടെ കറസ്പോണ്ടൻസ് നോക്കാം, ശരിയല്ലേ? എ റിവ്യൂ ഓഫ് കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ Marlowe's company and the supplier in order to understand എന്തായിരിക്കും? നേരത്തെ വല്ലോ ഇൻവെന്ററി പോയിട്ടുണ്ടോ? നേരത്തെ അല്ല, ഇവർ ഏതെങ്കിലും ഇൻവെന്ററി റിട്ടേൺ ചെയ്തിട്ടുണ്ടോന്നല്ലേ? അതെ അതെ. Okay, in order to understand whether the supplier have requested to return any inventory or whether Marlowe's company have already returned the inventory which need to be considered as receivables. Okay, പിന്നെ വേറെന്തായിരിക്കും? ജസ്റ്റ് ലോജിക്കലി ആലോചിച്ച് നോക്കുക. ഇവിടെ നിങ്ങൾ വേറെ എന്തായിരിക്കും അസിന് ഓഡിറ്റർ ചോദിച്ചിട്ടുണ്ടാവുക? എന്തിന്റെ ബേസിസിലാണ് ഇവർ അതിനെ ഇൻവെന്ററി ആയിട്ട് കാണിച്ചേക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അത് ചോദിക്കാനായിട്ട് നമുക്ക് എന്തായിരിക്കും നോക്കാൻ പറ്റുക? കോപ്പി ഓഫ് ഡിസ്കഷൻ, നോട്ട്സ് ഓഫ് ഡിസ്കഷൻ. കോപ്പി എന്ന് പറയണ്ട, നോട്ട്സ് ഓഫ് ഡിസ്കഷൻ പറഞ്ഞാൽ മതി. നോട്ട്സ് ഓഫ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? ഇസ് ദാറ്റ് ക്ലിയർ? Yes, sir. ഓക്കെ,
ഇവിടെ നമുക്ക് ഇത്രയും പോയിന്റ്സ് എഴുതേണ്ട ആവശ്യമുണ്ടോ? 7 മാർക്കിനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. വി വിൽ ബി ഗെറ്റിംഗ് 1 മാർക്ക് പെർ പ്രൊസീജിയർ അല്ലെങ്കിൽ ഓഡിറ്റ് എവിഡൻസ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ പറയുന്ന ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ നമ്മൾ ആ മാറ്റേഴ്സ് എഴുതി അതിന് ശേഷമാണ് ഇത് എഴുതുന്നത്. അപ്പൊ മാറ്റേഴ്സിന് ഇതിനും കൂടെയാണ് 7 മാർക്ക്. മാറ്റേഴ്സിന് തന്നെ വിൽ ബി ഗെറ്റിംഗ് അപ് ടു 3.5 മാർക്ക്. സോ ബാക്കി മാക്സിമം 4 പോയിന്റ്സ് ഒക്കെ എഴുതിയാൽ മതി. ക്ലിയർ ആയോ? Yes, sir. Okay. Evaluate the implication for the auditor's report of Marlowe's company, assuming that inventory matters have been satisfactorily resolved, but no further adjustment or disclosure are made to financial statement with respect to new property lease. നമ്മളോട് ഇവിടെ പറഞ്ഞ എന്താ? മാർലോസ് കമ്പനിയുടെ ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് റിസോൾവ് ആയി. അതായത് 8.1 മില്യന്റെ മിസ്സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. ബട്ട് നമ്മളോട് പറയാണ് അവർ പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഫെർദർ അഡ്ജസ്റ്റ്മെന്റ്സോ ഡിസ്ക്ലോഷറോ ഒന്നും FSന്റെ അകത്ത് ന്യൂ പ്രോപ്പർട്ടി ലീസുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മളോട് എന്താണ് ഇമ്പാക്ട് ഓവർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 4 മാർക്സിനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെയായിരിക്കും ആൻസർ പറയേണ്ടത്? Implication on the financial statements, like മെറ്റീരിയാലിറ്റിയുടെ ആ ഒരു ഇത്. ആ. പിന്നെ നമ്മുടെ ലൈക് മെറ്റീരിയൽ ആണ് പെർവേസീവ് ആണ്. പിന്നെ ഏത് ഒപ്പീനിയനാ കൊടുക്കുന്നത്, പിന്നെ ബേസിസ് ഓൺ ഒപ്പീനിയൻ. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ ആയിട്ട് 4 കാര്യങ്ങൾ എഴുതാനുള്ളൂ. നമ്മൾ എപ്പോഴും കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇന്നലെ പറഞ്ഞ ക്വസ്റ്റിനൊക്കെ എല്ലാ കേസിലും നമ്മൾ റിപ്പോർട്ടിങ്ങിന് മേലുള്ള ഇമ്പാക്ട് എഴുതാനായിരുന്നു. ഇവിടെ ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഈ ലീസിന്റെ കേസ് മാത്രം എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ ലീസിന്റെ കാര്യം സ്പെസിഫിക്കലി എടുത്ത് ചോദിച്ചേക്കുന്നുണ്ട്. എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എത്രയാണെന്നുള്ളത് ആദ്യമേ പറയാം. നമ്മൾ ഇവിടെ എങ്ങനെയായിരിക്കും ആൻസർ പറയേണ്ടത്? ഇത് മെറ്റീരിയൽ ആണോ നോക്കിയോ? 4.1 മില്യൺ മെറ്റീരിയൽ ആണോ? Yes, sir. ഓക്കെ, എത്ര പെർസെന്റേജാ നോക്കി നോക്കിയേ. ടോട്ടൽ അസറ്റിന്റെ 118, 4.1 മില്യൺ മെറ്റീരിയാലിറ്റി ലെവൽ തന്നിട്ടില്ലേ? മെറ്റീരിയൽ ലെവൽ തന്നിട്ടുണ്ടായി അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ 1.1 മില്യൺ മെറ്റീരിയാലിറ്റി ലെവൽ തന്നിട്ടുണ്ടായി. അപ്പൊ മെറ്റീരിയൽ ആണോ? അതെ. Yes. പെർവേസീവ് ആണോ ഇത്? അല്ല. അല്ല. കാരണം എങ്ങനെയാ? പ്രോഫിറ്റ് profit 11.5 ഉണ്ട്. അതിൽ നിന്ന് ഇൻ 4.1. കേസ് എങ്ങാനും നമ്മൾ 4.1 മില്യൺ കുറച്ച് കഴിഞ്ഞാൽ കമ്പനി ലോസിലേക്ക് പോവോ? ഇല്ല. ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് പെർവേസീവ്. ഓക്കെ മക്കളെ, അതേപോലെ തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ സപ്പോസ് എങ്ങാനും നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോഫിറ്റിന്റെ എമൗണ്ട് തന്നിട്ടില്ല എന്ന് വെച്ചോ, മെറ്റീരിയാലിറ്റി ലിമിറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പെർവേസീവ്നെസ് അങ്ങനെയാണ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഒന്നുകൂടെ പറയണോ? നമ്മൾ സാധാരണ പ്രോഫിറ്റ് ടു ലോസ് അല്ലെ ലോസ് ടു പ്രോഫിറ്റ് നോക്കിയിട്ടല്ലേ പെർവേസീവ് ആണോ നോക്കുന്നത്? നമുക്ക് പക്ഷെ പ്രോഫിറ്റ് ക്വസ്റ്റിന് തന്നിട്ടില്ല എന്ന് വെച്ചോ, അതായത് ഈ ഒരു സാധനമേ അവർ തന്നിട്ടില്ല, ഇത്രയും തന്നിട്ടില്ല. പകരം മെറ്റീരിയാലിറ്റി ത്രെഷോൾഡ് 1.1 ആണ്, ടോട്ടൽ അസറ്റ് 118 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി സിനാരിയും തന്നിട്ടുണ്ട്. ഈ പറയുന്ന 4.1 പെർവേസീവ് ആണോ നമുക്ക് അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഹിന്റ് ഉണ്ടോ? സിംഗിൾ എലമെന്റിൽ കൺഫൈൻഡ് ആണോ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എലമെന്റിനെ അഫക്ട് ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇവിടെ ഇത് സിംഗിൾ എലമെന്റിൽ കൺഫൈൻഡ് ആണോ? ആണോ? റൈറ്റ് ഓഫ് യൂസ് ഓഫ് അസറ്റിന്റെ അത് മാത്രമല്ലേ? റൈറ്റ് ഓഫ് യൂസ് അസറ്റിനെ മാത്രമാണ് കൺഫൈൻഡ് ആയേക്കുന്നത്? അല്ല, ഡിപ്രിസിയേഷനെ അഫക്ട് ചെയ്യും. ശരിയല്ലേ? രണ്ടിടത്ത് ഇമ്പാക്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ രണ്ടിടത്ത് ഇമ്പാക്ട് വന്നാലും അതൊരു സബ്സ്റ്റാൻഷ്യൽ ഇമ്പാക്ട് ആണോ? അല്ല. കാരണം എന്താ, ഈ 28.9 മില്യന്റെ അകത്ത് എത്ര പെർസെന്റേജ് എത്ര മാത്രമേ വന്നിട്ടുള്ളൂ? അത് 4.1 വന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു സബ്സ്റ്റാൻഷ്യൽ ഇമ്പാക്ട് അല്ല. ഓക്കെ, അത് അസംഷൻ കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ 100% കറക്റ്റ് അല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആ അസംഷൻ വെച്ചിട്ട് എഴുതാം. ക്ലിയർ ആയോ? മനസ്സിലായോ? അതപ്പോ ഏത് കേസിൽ മാത്രമാ? നിങ്ങൾക്ക് പ്രോഫിറ്റിന്റെ ഫിഗർ തന്നിട്ടില്ലല്ലോ കേട്ടോ. പ്രോഫിറ്റ് ടു ലോസ് ഓർ ലോസ് ടു പ്രോഫിറ്റ് റീസ്റ്റേറ്റ്മെന്റിന്റെ ആ കേസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ആ ഒരു അസംഷൻ യൂസ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കേസിൽ എങ്ങനെയായിരിക്കും ആൻസർ പറയാം? അപ്പൊ ഇവിടെ ഏതാ നമുക്ക് പറയാൻ പറ്റുന്ന ഒപ്പീനിയൻ? സോ മിസ്സ്റ്റേറ്റ്മെന്റ് ഈസ് മെറ്റീരിയൽ ബട്ട് നോട്ട് പെർവേസീവ്. അപ്പൊ ഏതായിരിക്കും ഒപ്പീനിയൻ കൊടുക്കേണ്ടത്? ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ആൻസർ പറയേണ്ടത്? നിങ്ങൾ പറയാ ഫസ്റ്റ് റിപ്പോർട്ടിംഗ് എന്നുള്ള ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് പറയണം ദ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് റിലേറ്റിംഗ് ടു ന്യൂ പ്രോപ്പർട്ടി ലീസ് ഈസ് 4.1 മില്യൺ വിച്ച് റെപ്രസെന്റ്സ് എത്ര പെർസെന്റേജ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഡാഷ് പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഡാഷ് പെർസെന്റേജ് ഓഫ് ടോട്ടൽ അസറ്റ്. therefore it is മെറ്റീരിയൽ എന്ന് പറയാം. സാധാരണ ക്വസ്റ്റനിൽ ഈ കേസിൽ എന്ത് പറഞ്ഞാൽ മതി? ദ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് 4.1 മില്യൺ ഈസ് എബോവ് ദ മെറ്റീരിയാലിറ്റി ത്രെഷോൾഡ് ഓഫ്
1.1 million. Therefore, it should be considered as a material misstatement in the company's financial statements. However, the amount of misstatement cannot be treated as pervasive, as the company's reported profit will not be restated into losses, even if the misstatements are adjusted in the company's financial statements. Since it's a misstatement which is material but not pervasive, auditors shall express a qualified opinion stating that, except for the matters identified in relation to the company's leases, remaining financial statement shows a true and fair view. Following the opinion paragraph, auditors shall also express basis of qualified opinion to give the reasons for providing qualified opinion and to mention about the misstatement in relation to the leases. Clear, ayo? Is that clear, everyone? Yes. Okay. Excessive ആയിട്ട് അവിടെ എഴുതണ്ട, ഫോമ ക്വസ്റ്റൻ ആണ്. സോ മേക്ക് ഷുവർ ദാറ്റ് അവിടെ 4 പോയിന്റ്സ് ഉണ്ടാവണം. ഏതൊക്കെയായിരുന്നു? മെറ്റീരിയാലിറ്റി പറയണം, പെർവേസീവ്നെസ് പറയണം, ഒപ്പീനിയൻ പറയണം, ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയണം. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ എല്ലാവർക്കും? Yes, sir. Okay. Sir, So this ഒരു is doubt. പറഞ്ഞു. Sir, if it is pervasive, okay, Ah. like profit loss ഒക്കെ ആയി, Ah. അങ്ങനെയാണെങ്കിൽ നമ്മൾ MERGC പാരഗ്രാഫ് ആഡ് ചെയ്യണം. MERGC പാരഗ്രാഫോ? I mean, like, if there is indication of മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്തൊരു അൺസർട്ടനിറ്റി ഉണ്ട്. അത് FSന്റെ അകത്ത് അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേക്കുറിച്ച് ഒന്നും കൂടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് MERGC പാരഗ്രാഫ് എന്ന് പറയാം. മനസ്സിലായോ? അത് ഗോയിങ് കൺസേൺ അസംഷൻസിന് വേണ്ടിയല്ലേ MEUGRC പാരഗ്രാഫ് ചെയ്യുന്നത്? ഗോയിങ് കൺസേൺ ഗോയിങ് കൺസേൺ അസംഷൻസ് അത് ഡിസ്ക്ലോസും പ്രോപ്പർലി എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ മൾട്ടിപ്പിൾ മെറ്റീരിയാലിറ്റി അൺസർട്ടനിറ്റി റിലേറ്റഡ് ടു ഗോയിങ് കൺസേൺ ചെയ്യുന്നത് പാരഗ്രാഫ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അതായത് ഒരു ക്ലയന്റ് മാനേജ്മെന്റ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് ഐഡന്റിഫൈ ചെയ്ത് അവർ ഗോയിങ് കൺസേൺ റിലേറ്റഡ് അൺസർട്ടനിറ്റി FSൽ ഓൾറെഡി പ്രോപ്പർലി പ്രസന്റ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ മാത്രം അതേക്കുറിച്ച് ഒന്നും കൂടി ഓഡിറ്ററായി നമ്മൾ എടുത്തു പറയും. അത് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് MERGC പാരഗ്രാഫ്. മനസ്സിലായോ? ഓക്കെ, ഫൈൻ. അപ്പൊ ഇങ്ങനെയായിരിക്കും മാറ്റേഴ്സ് ആൻഡ് ഓഡിറ്റ് എവിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ആരെങ്കിലും അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വായിച്ച് നോക്കണേ അത്. ഓക്കെ.